നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. പുതിയൊരു ദിവസത്തിന്റെ തുടക്കമാണ്, പുതിയൊരാഴ്ചയുടെ തുടക്കമാണ്, പ്രതീക്ഷകളുടെ ദിവസമാണ്. വാർത്തകളിലേക്ക് വന്നാൽ ഇന്ന് വാർത്തകൾ കൊണ്ട് തിരക്കേറിയ ഒരു ദിവസമാണ്. പ്രധാനപ്പെട്ട നിരവധി കാര്യങ്ങൾ നടക്കുന്ന ദിവസമാണ്. അതിൽ ഏറ്റവും പ്രധാനം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട രണ്ട് സുപ്രധാന നടപടിക്രമങ്ങൾ ഹൈക്കോടതിയിലേക്ക് വരികയാണ്. ഹൈക്കോടതിയുടെ മുന്നിലേക്ക് രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജിയും ഒപ്പം സർക്കാർ രണ്ടാമത്തെ കേസിൽ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയും, ഇത് രണ്ടും ഇന്ന് കോടതിക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്, യഥാർത്ഥത്തിൽ എവിടെയൊക്കെയാണ് പിഴച്ചുപോയത്, ഇത് വിലയിരുത്താൻ ഇടതുമുന്നണിയുടെ നിർണായക യോഗം, ഇടതുമുന്നണിയിലെ പാർട്ടികളുടെ നിർണായക യോഗം, CPM-ന്റെയും CPI-യുടെയും നിർണായക നേതൃയോഗങ്ങൾ നടക്കുന്നുണ്ട്. സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില സംഭവവികാസങ്ങൾ കോടതി കേന്ദ്രീകരിച്ച് നടക്കാനുണ്ട്. ഇതിനൊക്കെയിടയിൽ ആരാധകരുടെ പ്രിയപ്പെട്ട മെസ്സി ഇന്ന് ഡൽഹിയിലെത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കാണുന്നു. ഒരു സൗഹൃദ മത്സരത്തിൽ കാണികൾക്ക് മുന്നിൽ പന്ത് തട്ടുന്നു. അങ്ങനെ കാഴ്ചകൾ കൊണ്ടും വാർത്തകൾ കൊണ്ടും നിറയുന്ന ഒരു ദിവസമാണ്. നമുക്കാദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി വിലയിരുത്താൻ CPM CPI നേതൃയോഗങ്ങൾ ഇന്ന്. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണ കൊള്ളയും തിരിച്ചടിയെന്ന പ്രാഥമിക വിലയിരുത്തൽ. LDF യോഗം നാളെ. കോർപ്പറേഷനുകളിൽ മേയർ ചർച്ച തുടരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായകം. രണ്ട് ബലാത്സംഗ കേസുകളും ഹൈക്കോടതിയിൽ. അറസ്റ്റ് തടഞ്ഞ ആദ്യ കേസിൽ വിശദവാദം, രണ്ടാം കേസിൽ സർക്കാരിന്റെ ഹർജിയും പരിഗണിക്കും. രാഹുൽ ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായേക്കില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതരുടെ പങ്ക് അന്വേഷിക്കാൻ SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും കസ്റ്റഡിയിൽ വാങ്ങും. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് UDF MP-മാർ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കും. ലിയണൽ മെസ്സി ഇന്ന് പ്രധാനമന്ത്രിയെ കാണും. ചീഫ് ജസ്റ്റിസിനെയും കരസേനാ മേധാവിയും കൂടിക്കാഴ്ച. സെലിബ്രിറ്റി ഫുട്ബോൾ മത്സരത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങും. പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് ഇന്ന് തുടക്കം. ജോർദാൻ, എത്യോപ്യ, ഒമാൻ സന്ദർശനത്തിൽ സുപ്രധാന കരാറുകളിൽ ഒപ്പിട്ടേക്കും. ജോർദാനുമായി വ്യാപാര ഉടമ്പടികൾക്കും സാധ്യത. സിഡ്നിയിലെ ഭീകരാക്രമണത്തിൽ നടുങ്ങിയ ഓസ്ട്രേലിയ. കൊല്ലപ്പെട്ട് 16 പേർ. വെടിയുതിർത്തത് അച്ഛനും മകനും. ഓസ്ട്രേലിയൻ സർക്കാർ ജൂതവിരുദ്ധത ആളിക്കത്തിച്ചെന്ന് നെതന്യാഹു. ഭീകരാക്രമണത്തെ അപലപിച്ച നരേന്ദ്രമോദി. മറ്റു വാർത്തകളിലേക്ക് പോകും മുൻപ് ലോകത്തെ ഞെട്ടിച്ച ആ വാർത്തയിലേക്കാണ്. സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ഉണ്ടായ വെടിവെപ്പും കൂട്ടക്കൊലയും ലോകത്തെ ആകെ പിടിച്ചുലച്ചിരിക്കുന്നു. 16 പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിന് പിന്നിൽ അച്ഛനും മകനുമാണ് എന്നുള്ള വിവരവും പുറത്തുവരുന്നു. ഇന്നലെ ഉച്ചയോടെയാണ് തോക്കുധാരികളായ 2 പേർ ജൂതരുടെ ഹനൂക്ക എന്ന ആഘോഷ പരിപാടിക്ക് നേരെ വെടിയുതിർത്തത്. 50 റൗണ്ട് വെടിയുതിർത്തു എന്നാണ് റിപ്പോർട്ട്. സംഭവത്തിൽ ഓസ്ട്രേലിയക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉയർത്തിയത്. അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ലോക നേതാക്കൾ ആക്രമണത്തിൽ ഞെട്ടലും അനുശോചനവും രേഖപ്പെടുത്തി. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അഭിലാഷ് രാധാകൃഷ്ണൻ. അഭിലാഷ്, ഒരു ജൂത ഫെസ്റ്റിവലിനിടയ്ക്ക് ഇങ്ങനൊരു ആക്രമണം, അതിക്രമം നടത്തുക എന്ന് പറയുമ്പോൾ അത് പലതരത്തിലുള്ള ആശങ്കകൾക്കും ഇടയാക്കുന്നുണ്ട്. ലോകം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുടിയേറ്റവും താമസവും ഒക്കെയുള്ളൊരു കാലത്ത് അത്രയും വലിയ വംശീയ വെറുപ്പ് ആയിരിക്കണം അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത്. എന്തൊക്കെയാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ പുറത്തു വരുന്നത്? ഈ ആക്രമണത്തിലേക്ക് നയിച്ചത് എന്തെന്നാണ് പ്രാഥമികമായി വരുന്ന സൂചനകൾ? ശ്രീജ, ഇതൊരു ടെററിസ്റ്റ് അറ്റാക്ക്, ഭീകരാക്രമണം എന്നുള്ള രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് ഓസ്ട്രേലിയൻ പോലീസും പറയുന്നത്. ഒരു അച്ഛനും മകനും ചേർന്ന് ഇന്നലെ ഉച്ചയോടെ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ബൂണ്ടി ബീച്ചിൽ നടത്തിയ അതിക്രൂരമായ ആക്രമണം. 16 പേർ കൊല്ലപ്പെട്ടു. അതിൽ 10 വയസ്സുള്ള കുട്ടിയും 87 വയസ്സുള്ള ഒരു വൃദ്ധനുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം. ആഘോഷം നടക്കുന്ന വേളയിൽ, അതായത് ഒരു 1000-ഓളം ആളുകൾ ബീച്ചിൽ ഒത്തുകൂടി ഹനൂക്ക ഫെസ്റ്റിവൽ,
ജൂതരുടെ ഹനൂക്ക ഫെസ്റ്റിവൽ നടക്കുകയായിരുന്നു. വളരെ സന്തോഷകരമായി നടക്കുന്ന ഫെസ്റ്റിവലിനിടയ്ക്ക് 2 പേർ അപ്രതീക്ഷിതമായി ദൂരെ നിന്ന് വെടിയുതിർക്കുകയായിരുന്നു. 50 റൗണ്ട് വെടിയുതിർത്തു എന്നുള്ളതാണ് റിപ്പോർട്ട്. അച്ഛനും മകനും ചേർന്നാണ് ഈ ക്രൂരകൃത്യം നടത്തിയത് എന്നുള്ളതാണ് കൂടുതൽ ഞെട്ടൽ ഉണ്ടാക്കുന്ന കാര്യം. അതിൽ അച്ഛൻ്റെ പേര് സാജിദ് അക്രം എന്നും അതുപോലെ മകൻ നവീദ് അക്രം എന്നുമാണ്. ഇതിൽ സാജിദ് അക്രം 50 വയസ്സുള്ള ആൾ ഇന്നലെ തന്നെ വെടിയേറ്റു മരിച്ചു. അതിന് ഒപ്പം 24 വയസ്സുള്ള നവീദ് അക്രം മറ്റൊരു അക്രമി. ഇയാൾ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. മാത്രമല്ല ഈ അക്രമിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ച കീഴ്പ്പെടുത്താൻ ശ്രമിച്ച ആ മേഖലയിൽ പ്രദേശത്ത് തന്നെയുള്ള അഹമ്മദ് എന്ന് പറയുന്ന ആൾക്കും വെടിയേറ്റിട്ടുണ്ട്. പക്ഷേ ഇയാൾ ഇപ്പോൾ ഓസ്ട്രേലിയയിലൊരു ഹീറോയാണ്. ഇയാളുടെ തോളിലാണ് വെടിയേറ്റിരിക്കുന്നത്. ഇയാൾക്കുള്ള ചികിത്സയ്ക്കായിട്ടുള്ള ഫണ്ട് ശേഖരണം വളരെ വേഗത്തിൽ ഓസ്ട്രേലിയയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഇയാൾക്ക് ഒരു സർജറി ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസിംഗ് ഓസ്ട്രേലിയൻ ജനത വലിയ ആവേശത്തോടെ സ്വീകരിച്ച് അദ്ദേഹത്തിനുള്ള ബ്ലഡ് അടക്കം രക്തം ദാനം ചെയ്യുന്നതിനടക്കം വലിയ രീതിയിലുള്ള തിരക്കാണ് ഓസ്ട്രേലിയയിൽ അനുഭവപ്പെടുന്നത്. ഇത്തരത്തിൽ വലിയൊരു ടെററിസ്റ്റ് അറ്റാക്ക് അവിടെ നടക്കുമ്പോൾ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ആളുകൾ അവിടെ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ച് അഹമ്മദ് നടത്തിയ ആ ഒരു ധീരതയെ രാജ്യം മുഴുവൻ ഇപ്പോൾ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ആക്രമണം നടത്തിയ ആളും അവിടുത്തെ ഒരു ഫ്രൂട്ട്സ് കടയുടെ ഉടമയാണെന്നുള്ളതാണ് വിവരം. ഇവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതെന്നറിയില്ല. പക്ഷേ പൊതുവേ വരുന്ന വിലയിരുത്തൽ എന്ന് പറയുന്നത് ഇവർ ഈ പലസ്തീൻ ജനതയുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജൂത സമൂഹത്തിന് എതിരെ കനത്ത ഒരു ദേഷ്യം അവരോടുള്ള അമർഷം വച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആളായിരുന്നു എന്നുള്ളതാണ് വിവരം. അവർക്കെതിരെ അത്തരത്തിലൊരു ശക്തമായ ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജൂതർ അവിടെ എത്തിച്ചേരും. അങ്ങനെ തനിക്ക് പക വീട്ടാം എന്നുള്ള പലസ്തീനിൽ നടക്കുന്ന ക്രൂരകൃത്യങ്ങൾക്ക് പക വീട്ടാം എന്നുള്ള ഒരു ചിന്തയിലായിരിക്കാം ഒരുപക്ഷെ ഈ അച്ഛനും മകനും ചേർന്ന് ഇത്തരത്തിൽ വലിയൊരു ക്രൂരകൃത്യം നടത്തിയത് എന്നുള്ളതാണ് വിലയിരുത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്താണ് ഇതിന് പിന്നിലുള്ളതെന്നുള്ള വ്യക്തത വേണം. പക്ഷേ ഒരു ഭീകരാക്രമണമാണ്, ടെററിസ്റ്റ് അറ്റാക്കാണ് എന്നുള്ളതിൽ ഒരു ആശങ്കയും അവർക്കില്ല. കൃത്യമായ രീതിയിൽ അത് തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വലിയ രീതിയിലുള്ള വിമർശനമാണ് ഓസ്ട്രേലിയൻ സർക്കാരിനെതിരെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിൻ്റെ നിലപാടുകൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചുകൊണ്ട് ഓസ്ട്രേലിയ നേരത്തെ തന്നെ തങ്ങളുടെ നിലപാട് അറിയിച്ചതാണ്. ആ നിലപാടാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ താൻ ആന്റണി ആൽബനീസിന് കത്തയച്ച് പറഞ്ഞതാണ് നിങ്ങളുടെ നിലപാട് ആൻറ്റി സെമിറ്റിക് നിലപാട് അത് രാജ്യത്ത് ലോകത്ത് തന്നെ വലിയ അപകടം വിളിച്ചു വരുത്തും. ഇത്തരത്തിൽ ഭീകരവാദികളെ വളർത്തുന്ന നിലപാടാണ് ഓസ്ട്രേലിയ സ്വീകരിച്ചിരിക്കുന്നത്. ഹമാസ് അടക്കമുള്ള ഭീകരവാദ സംഘടനകൾക്ക് ഊർജം പകരുന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ലോകം മൊത്തം അപകടം വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കും. അതുകൊണ്ട് നിങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്മാറണമെന്ന് 4 മാസം മുമ്പ് തന്നെ താൻ ആന്റണി ആൽബനീസിന് കത്തയച്ചതാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ഉണ്ടായ സംഭവങ്ങളിൽ ഓസ്ട്രേലിയൻ സർക്കാരിന് മാറി നിൽക്കാനാകില്ല, നിങ്ങളും അതിന് ഉത്തരവാദിയാണ് എന്നുള്ള നിലപാടാണ് ബെഞ്ചമിൻ നെതന്യാഹു ഈ ആക്രമണത്തിന് പിന്നാലെ നടത്തിയിരിക്കുന്നത്. ലോക നേതാക്കളെല്ലാം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള എല്ലാ ലോക നേതാക്കളും ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും തുടങ്ങി എല്ലാ രാജ്യത്തെ നേതാക്കളും ഈ ഒരു ക്രൂരമായ കൃത്യത്തെ അപലപിച്ച് രംഗത്തെത്തിയിരിക്കുന്നു, ഞെട്ടൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും 16 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു, 42ഓളം പേർ ആശുപത്രിയിലാണ്. ഇതിൽ ചിലരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒരു പക്ഷേ ഒരു മരണസംഖ്യ ഉയരാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പക്ഷേ വലിയ രീതിയിൽ ചികിത്സകൾ നടക്കുന്നുണ്ട്. അവിടെ ഇവർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഫണ്ട് റേസിംഗ് അടക്കം ഇപ്പോൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ അച്ഛൻ്റെയും മകൻ്റെയും പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ, ഇവർക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ തോക്കുകൾ ലഭിച്ചത് തുടങ്ങിയിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. ശ്രീജ. ശരി, അഭിലാഷ് രാധാകൃഷ്ണൻ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ കൂടി അഭിലാഷ് നൽകും. ഒടുവിൽ യുദ്ധം അവസാനിപ്പിക്കാനായി നാറ്റോ അംഗത്വം എന്ന ലക്ഷ്യം ഉപേക്ഷിക്കാമെന്ന് സമ്മതിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും യുക്രൈന് റഷ്യയിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു. ഇന്നലെ ബെർലിനിൽ US പ്രതിനിധിയുമായി സെലൻസ്കി 5 മണിക്കൂറുകളോളമാണ് ചർച്ച നടത്തിയത്. രാജ്യത്തിനകത്ത് ആരോപണങ്ങൾ ഉയരുന്നതും യുദ്ധം നിർത്താനുള്ള അമേരിക്കൻ സമ്മർദ്ദവും സെലൻസ്കിയെ അലട്ടുന്ന സാഹചര്യത്തിലാണ് ഈ വിട്ടുവീഴ്ച. അഭിലാഷ് രാധാകൃഷ്ണൻ തന്നെ വിവരങ്ങൾ നൽകും. അഭിലാഷ്, ഒരുപക്ഷെ നാറ്റോ അംഗത്വം എന്ന ഒരു
കാര്യം വാഗ്ദാനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ മോഹം നൽകിയാണ് സെലൻസ്കി ഈ യുദ്ധത്തിലേക്ക് നീങ്ങിയത് എന്ന് നമ്മൾ മറന്നുകൂടാ. ഈ വർഷങ്ങൾക്കപ്പുറം ഇത്രയേറെ നാശങ്ങൾക്കും നഷ്ടങ്ങൾക്കും അവസാനം ആ മോഹം സെലൻസ്കിയും യുക്രൈനും ഉപേക്ഷിക്കുകയാണോ? കഴിഞ്ഞ 4 വർഷമായി യുക്രൈൻ റഷ്യയുമായി ഏറ്റുമുട്ടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് യുക്രൈൻ്റെ നേറ്റോ അംഗത്വം തന്നെയായിരുന്നു. ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് യുക്രൈന് അക്കാര്യത്തിൽ ഉറപ്പ് നൽകിയിരുന്നതാണ്. യുക്രൈനെ നേറ്റോ അംഗത്വം നൽകും, നേറ്റോ സഖ്യരാജ്യമായി ഉൾപ്പെടുത്തുമെന്നുള്ളത് ജോ ബൈഡൻ നൽകിയ ഉറപ്പായിരുന്നു. പക്ഷേ ആ ഉറപ്പുകളെല്ലാം പാലിക്കപ്പെടാതെ പോയിരിക്കുന്നു. കഴിഞ്ഞ 4 വർഷം എന്തിനാണോ യുക്രൈൻ യുദ്ധം ചെയ്തത് ആ ലക്ഷ്യം കണ്ടെത്താനാകാതെ പിന്മാറുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള വലിയ സമ്മർദ്ദങ്ങൾ നടക്കുന്നതിനിടെ മാത്രമല്ല രാജ്യത്തിനകത്ത് വ്ളാഡിമിർ സെലൻസ്കിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ മാത്രമല്ല കഴിഞ്ഞ 1.5 വർഷമായി രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. അങ്ങനെ വീണ്ടും അധികാരത്തിൽ സെലൻസ്കി തുടരുന്നൊരു സാഹചര്യമുണ്ട്. അക്കാര്യത്തിലടക്കം സെലൻസ്കിക്കെതിരെ വിമർശനങ്ങൾ വരുമ്പോഴാണ് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് വ്ളാഡിമിർ സെലൻസ്കിക്ക് ഉണ്ടാവുകയും അമേരിക്കയുടെ വഴിയെ സെലൻസ്കി നീങ്ങാൻ തീരുമാനിക്കുന്നതും. ഇന്നലെ 5 മണിക്കൂറോളമാണ് സ്റ്റീവ് വിറ്റ്കോഫുമായിട്ട് അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായിട്ട് വ്ളാഡിമിർ സെലൻസ്കി ജർമ്മനിയിലെ ബെർലിനിൽ സംസാരിച്ചത്. ജർമ്മൻ ചാൻസലറായിട്ടുള്ള ഫ്രെഡറിച്ച് മെഴ്സും ഒപ്പമുണ്ടായിരുന്നു. ഈ ചർച്ചകൾക്ക് ശേഷം ഇന്ന് വീണ്ടും അടുത്ത റൗണ്ട് ചർച്ചകൾ നടക്കും. അതായത് അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാർ അംഗീകരിക്കാൻ തങ്ങൾ ഒരുക്കമാണ്. അക്കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഔദ്യോഗികമായി അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. ആകപ്പാടെ ഒരേ ഒരു ആവശ്യമാണ് യുക്രൈൻ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. നാറ്റോ അംഗത്വം കിട്ടിയില്ലെങ്കിൽ വേണ്ട, പക്ഷേ റഷ്യയുടെ ആക്രമണത്തിൽ നിന്ന് സുരക്ഷ വേണം. അതിന് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സുരക്ഷ യുക്രൈൻ ഉറപ്പാക്കണമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്ളാഡിമിർ സെലൻസ്കി അങ്ങോട്ടേക്ക് ആവശ്യപ്പെടുന്നത്. അക്കാര്യങ്ങളെല്ലാം ഈ ചർച്ചയിൽ ഉന്നയിക്കും. എന്തായാലും അമേരിക്ക റഷ്യയുമായി അടുക്കുന്നു എന്നുള്ള ചില സൂചനകൾ വരുന്ന സാഹചര്യത്തിൽ കൂടിയിട്ടാണ് ഇത്തരത്തിൽ താൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറാമെന്നുള്ളൊരു നീക്കത്തിലേക്ക് വ്ളാഡിമിർ സെലൻസ്കി മുന്നോട്ട് പോകുന്നത്. കാരണം രാജ്യത്തെ സ്ഥിതി വളരെ രൂക്ഷമായി തുടരുന്നു. അവിടെ എല്ലാ തരത്തിലും റഷ്യ ഒരു മുന്നേറ്റം നടത്തുന്ന സാഹചര്യം, പ്രധാനപ്പെട്ട അതിർത്തികളിലെല്ലാം റഷ്യ കയ്യേറി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. അമേരിക്ക ഇനി അധികം നാൾ തങ്ങളെ സഹായിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി വ്ളാഡിമിർ സെലൻസ്കി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ബ്രിട്ടനും ജർമ്മനിക്കും ഫ്രാൻസിനും ഒന്നും വലിയ നാൾ തങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം കൂടി വ്ളാഡിമിർ സെലൻസ്കി തിരിച്ചറിയുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തങ്ങൾ എന്തായാലും യുദ്ധത്തിൽ നിന്ന് പിന്മാറാം, അമേരിക്കയുടെയോ യൂറോപ്യൻ രാജ്യങ്ങളുടെയോ പിന്തുണ ഇല്ലാതെ റഷ്യയെ ആക്രമിച്ച് തോൽപ്പിക്കുക എന്നുള്ളത് നടക്കില്ല, അസംഭവ്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി വന്ന ഒരു സാഹചര്യത്തിലാണ് വ്ളാഡിമിർ സെലൻസ്കി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നത്. നാറ്റോ അംഗത്വം വേണ്ട, പകരം മറ്റ് സുരക്ഷ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ശ്രീജ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. രാഹുലിനെതിരായ 2ാമത്തെ ബലാത്സംഗ പരാതിയിൽ മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കും. രാഹുലിനെതിരെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ പ്രഥമ ദൃഷ്ട്യാ ജാമ്യം നിഷേധിക്കാൻ മതിയായതാണെന്ന് ഹർജിയിൽ പറയുന്നു. അതേസമയം ബലാത്സംഗ കേസിൽ രാഹുൽ ഇന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേക്കില്ല. ഹാജരാകണമെന്നറിയിച്ച് ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും രേഖാമൂലം ലഭിച്ചിട്ടില്ല എന്നാണ് രാഹുലിന്റെ വിശദീകരണം. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നിന്നുള്ള മുൻകൂർ ജാമ്യ വ്യവസ്ഥയിൽ 15-ന് ഹാജരാകണമെന്ന് അറിയിച്ചിരുന്നു. അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ ഹാജരാകാമെന്നാണ് രാഹുലിന്റെ പ്രതികരണം. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാവും രാഹുലിനെതിരായ കേസിൽ അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ. അതേസമയം രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയും സന്ദീപ് വാര്യർ, രഞ്ജിത പുളിക്കൽ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്നത്. പോലീസ് റിപ്പോർട്ട് ഹാജരാക്കാത്തതിനാൽ കഴിഞ്ഞ 2 തവണയും വാദം കേൾക്കുന്നത് മാറ്റിവെച്ചിരുന്നു. സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗികാരോപണ കേസിൽ പോലീസ് ഇന്ന് റിപ്പോർട്ട് നൽകും. പരാതിക്കാരിയുടെ രഹസ്യമൊഴി ഈ ആഴ്ച തന്നെ രേഖപ്പെടുത്തും. IFFK സിനിമ തെരഞ്ഞെടുക്കുന്ന സമിതി അംഗമായ സ്ത്രീയോട് സമിതി അധ്യക്ഷനായ കുഞ്ഞുമുഹമ്മദ് ഹോട്ടലിൽ വെച്ച് മോശമായി പെരുമാറിയെന്നാണ് കേസ്. ഇതിൽ FIR ഇടാൻ താമസിച്ചതിലൊക്കെ സർക്കാരിനെതിരെയും പോലീസിനെതിരെയും വലിയ
വിമർശനങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. ഇതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അലയൊലികൾ തീർന്നിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് എന്ന് വിലയിരുത്തുന്ന സമയമാണ്. കനത്ത തോൽവി വിലയിരുത്താൻ ഇടതു പാർട്ടികളുടെ നേതൃയോഗങ്ങൾ ഇന്ന് ചേരുകയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളുമാണ് ഇന്ന് ചേരുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടായ വൻ തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്തുകയാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. ഭരണവിരുദ്ധ വികാരം, ശബരിമല സ്വർണ്ണക്കൊള്ള, ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം തുടങ്ങിയ കാരണങ്ങളാണ് പരാജയത്തിന് വഴിവെച്ചതെന്നാണ് CPMന്റെയും CPIയുടെയും പ്രാഥമിക നിഗമനം. ഫലം വിലയിരുത്താൻ നാളെ LDF നേതൃയോഗവും ചേരുന്നുണ്ട്. വിവരങ്ങളുമായി TG സജിത്ത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ജനക്ഷേമ പദ്ധതികൾ ഒരുപാട് പ്രഖ്യാപിച്ചു. ഒരു മൂന്നാം ടേം ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലായിരുന്നു LDF മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ ഒരു തോൽവി ഉണ്ടാവുന്നത്. അതിൽ പല ഘടകങ്ങൾ പറയുന്നുണ്ട്. CPIയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ തന്നെ ഇന്നലെ ശിവരാമന്റെ ഒക്കെ വിമർശനങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ സ്വാഭാവികമായും വല്യേട്ടൻ കളിക്ക് അടക്കം വിമർശനം ഉണ്ടാകും എന്ന് വേണം, നാളെ ഉണ്ടാകുമെന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് മുന്നോടിയായാണ് ഇന്നത്തെ യോഗങ്ങൾ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഗുഡ് മോർണിംഗ് ശ്രീജ. എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇടതുമുന്നണി തോൽവി പരിശോധിക്കാൻ തയ്യാറെടുക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളായ CPMും CPIയുമാണ് ഈ പരിശോധനയിലേക്ക് ആദ്യം കിടക്കുന്നത്. നാളെ മുന്നണി യോഗം ചേരുന്നതുമുണ്ട്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവരെ കുഴയ്ക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആകെ പാളിപ്പോയി എന്നതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ടല്ല, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള തന്ത്രമായിരുന്നു. അപ്പോൾ പൊളിയുമ്പോൾ നിയമസഭയിലേക്ക് കൂടി തന്ത്രം മാറ്റേണ്ടി വരും, തിരുത്തേണ്ടി വരുമെന്ന വലിയ പ്രതിസന്ധിയാണുള്ളത്. മാത്രമല്ല തൊട്ടതെല്ലാം പിഴച്ചു എന്നതാണ് അർത്ഥം. അതായത് സ്ട്രാറ്റജി മൊത്തത്തിൽ പൊളിഞ്ഞു പോയിട്ടുണ്ട്, പറഞ്ഞതെല്ലാം പാളിപ്പോയി. അപ്പോൾ എങ്ങനെ വീണ്ടും മൂന്നാമതും ഭരണമെന്ന പ്രതീക്ഷയിലേക്ക് വരാൻ ഇനി എന്ത് തിരുത്തലെന്നതാണ്. മാത്രമല്ല തിരുത്താൻ സമയമേറെയില്ല എന്ന മറ്റൊരു വെല്ലുവിളി കൂടിയുണ്ട്. പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ സമിതികൾ, ഭരണസമിതികൾ ചുമതലയേറ്റു. തൊട്ടു പിന്നാലെ തന്നെ ഇലക്ഷൻ പ്രഖ്യാപനവും മറ്റു നീക്കങ്ങളുമായിട്ട് കടക്കുകയാണ്. അപ്പോൾ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. ആ സമയം കൊണ്ട് സംസ്ഥാനത്തൊരു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അതെങ്ങനെ തിരുത്തുമെന്ന കുഴയ്ക്കുന്ന പ്രശ്നമാണ് അവർക്ക് മുന്നിലുള്ളത്. എന്തായാലും തിരുത്തലുകൾ വരും. ശ്രീജ സൂചിപ്പിച്ച വിഷയത്തിലേക്ക് വരുമ്പോൾ പാർട്ടിക്കകത്ത് തർക്കങ്ങളുണ്ട്. വല്യേട്ടൻ സമീപനമെന്ന CPMന്റെ നയങ്ങൾ ചോദ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ CPI ഈ ഘട്ടത്തിൽ അത്തരം ചില പരസ്യ വിമർശനങ്ങൾക്ക് തയ്യാറാകുമോ, അതല്ല മുന്നണിക്കകത്തുള്ള വിമർശനമായി ഒതുക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം പരസ്യ വിഴുപ്പലകൾക്ക് ഇനി ഏറെ സമയമില്ല എന്നൊരു വെല്ലുവിളി കൂടിയുണ്ട്. പക്ഷേ ചോദ്യം ചെയ്യപ്പെടേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഇന്നലെ CPIയുടെ ഒരു നീക്കം നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ട് തോറ്റു, പാർട്ടി എങ്ങനെ തിരുത്തണം, മുന്നണി എങ്ങനെ തിരുത്തണം എന്നത് സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയാൻ CPI ഒരു പ്ലാറ്റ്ഫോം തുറക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഒരു മെയിൽ അഡ്രസ്സ് പൊതുജനങ്ങൾക്ക് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൈമാറിയിട്ടുമുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പരാതി അറിയിക്കാം, എന്താണ് തിരുത്തേണ്ടത്, എന്താണ് സംഭവിച്ചതെന്ന കാര്യം പറയാം. അങ്ങനെ ഒരു തിരുത്തൽ ശ്രമം അവിടെ നിന്നും ഉണ്ടാവുന്നുണ്ട്. CPM എങ്ങനെ തിരുത്തുമെന്ന വലിയൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം CPMനെ സംബന്ധിച്ച് കുഴയ്ക്കുന്നത് അവരുടെ ശക്തി കേന്ദ്രങ്ങളാണ്. സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ സംഭവിക്കുന്നത് പോലെയുള്ള അതിനപ്പുറം ശക്തി കേന്ദ്രങ്ങൾ, തെക്കൻ കേരളത്തിലെ ശക്തി കേന്ദ്രങ്ങൾ നഷ്ടപ്പെടുന്നു. അവർ പിടിച്ചെടുത്ത മധ്യ കേരളത്തിലെ UDFന്റെ പഴയ കേന്ദ്രങ്ങൾ തിരികെ പോകുന്നു. അങ്ങനെയുള്ള വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. ന്യൂനപക്ഷ ഏകീകരണം എന്ന കുഴയ്ക്കുന്ന മറ്റൊരു പ്രതിസന്ധിയുമുണ്ട്. അപ്പോൾ കുഴയ്ക്കുന്ന ഈ പ്രശ്നങ്ങളിൽ എന്ത് പരിഹാരമെന്ന വലിയ ചോദ്യമുണ്ട്. ഇതിനിടയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വലിയ തോൽവി. ആ തോൽവിക്ക് പിന്നാലെ നമ്മൾ കണ്ടതാണ് പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകൾ. അതൊക്കെ പരസ്യമായ ഒരു നീക്കത്തിലേക്ക് ഇനി വരുമോ, അതല്ല പറഞ്ഞു തീർത്ത് എന്തെങ്കിലും താൽക്കാലിക പരിഹാരം കണ്ടെത്താനുള്ള ശ്രമമാണോ ഉണ്ടാവുക എന്ന ചോദ്യങ്ങളൊക്കെയാണ്. എത്ര കണ്ടായാലും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ തിരുത്തൽ നിലപാടിനോട് എന്ത് സമീപനമെടുക്കുമെന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. ഇടതുപക്ഷത്തിന് പൊതുവിൽ ഈ ഗുണഭോക്തൃ പൊളിറ്റിക്സ് പാളിപ്പോയി എന്നൊരു വിഷയം കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ കോവിഡ് കാലത്ത് മുതൽ അവർ പരീക്ഷിച്ചു വരുന്നതാണ് ജനങ്ങൾക്ക് കൂടുതൽ ക്ഷേമ പദ്ധതികൾ നൽകുക, തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൊട്ടു പിന്നാലെ അത് ജനഹിതം അവർക്ക് ഉറപ്പാക്കുക എന്നതായിരുന്നു. പക്ഷേ ഇത്തവണ സംഭവിച്ചതല്ല. ഒരുപക്ഷെ ഏറ്റവും മികച്ച പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിട്ടും തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നായിപ്പോയി. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെ പാളിയോ? അങ്ങനെയെങ്കിൽ ഈ വിവാദങ്ങളൊക്കെ എങ്ങനെ മറികടക്കുമെന്ന വലിയ ചോദ്യമാണ്. സ്വർണ്ണക്കടത്ത്, ശബരിമല സ്വർണ്ണമോഷണത്തിൻ്റെ അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുന്നുവെന്ന മറ്റൊരു വെല്ലുവിളി കൂടിയുണ്ട്. എന്തായാലും കടുത്ത പ്രതിസന്ധികൾ മുന്നിലുണ്ട്. എങ്ങനെ തിരുത്തുമെന്ന വലിയ ചോദ്യമാണ്. ഇടതുമുന്നണിയിലെ രണ്ട് നേതൃത്വങ്ങളും ആദ്യവട്ട പരിശോധനാ യോഗങ്ങൾ ഇന്ന് തന്നെ നടത്തുകയാണ്. ശരി സൈത്ത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് ഫലം വന്നു, അവിടെ വിശകലനങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അടുത്തത് അറിയേണ്ടത് ആരൊക്കെയാണ് ഭരിക്കാൻ പോകുന്നതെന്നാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അടക്കം അഭിമാനകരമായ നേട്ടം കിട്ടിയാൽ ഇനി ആ നേട്ടത്തെ പരമാവധി അടുത്ത തെരഞ്ഞെടുപ്പിലും
മുന്നോട്ട് അങ്ങോട്ട് വോട്ടാക്കി മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് ആര് എന്നത് NDA സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിലേക്ക് വി രാജേഷിൻ്റെ പേരിലേക്ക് ഏകകണ്ഠമായി എത്തുന്നുണ്ടോ BJPയും NDAയും? മറ്റ് കോർപ്പറേഷനുകളിലെ മേയർ സ്ഥാനത്തേക്ക് ആരുടെയൊക്കെ പേരുകളാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു ദിവസത്തിനിപ്പുറം 1-2 ദിവസത്തിനിപ്പുറം ഏതൊക്കെ പേരുകളിലേക്കാണ് എത്തുന്നത്? ശ്രീജ, വളരെ പ്രധാനമാണ്. കാരണം സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയ അധ്യക്ഷന്മാർ എന്ന ചോദ്യം വലിയ തരത്തിൽ ആലോചനകൾ നടക്കേണ്ടതാണ്. ഇതിൽ ഏറ്റവും ഗ്ലാമർ ഇടങ്ങളായ തിരുവനന്തപുരം കോർപ്പറേഷൻ, കൊച്ചി, ഒപ്പം കോഴിക്കോട് അടക്കമുള്ള തൃശ്ശൂർ അടക്കമുള്ള കോർപ്പറേഷനുകളിലെ ഭരണ നേതൃത്വത്തിലേക്കായിരുന്ന ചോദ്യമാണ്. BJP എന്തായാലും വി രാജേഷ് എന്ന പേരിലേക്ക് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു തിരുവനന്തപുരത്തെ മേയർ സാന്നിധ്യം. അത് ശ്രീലേഖ എന്നൊരു സാധ്യതയൊക്കെ, ആ ശ്രീലേഖ മുൻ DGP ശാസ്ത്രമംഗലത്ത് ജയിച്ച ശ്രീലേഖയുടെ പേരൊക്കെ പരാമർശിക്കപ്പെട്ടിരുന്നെങ്കിൽ കൂടിയും അതിനപ്പുറം വി രാജേഷ് എന്ന പരിഗണനയിലേക്ക്, സാധ്യതയിലേക്ക് തന്നെയാണ് BJP എത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. BJP കേന്ദ്രങ്ങളും പങ്കുവയ്ക്കുന്ന സൂചനയാണ്. കാരണം അതൊരു ദീർഘകാല പദ്ധതിയാണ്. ശ്രീലേഖയുടെ പേരിന് ഒരു പക്ഷേ കൂടുതൽ ഒരു ഗ്ലാമർ മുഖം അല്ലെങ്കിൽ പരിചിത മുഖം എന്ന തോന്നലുണ്ടാക്കാമെങ്കിലും ഭരണരംഗത്തേക്ക് വരുമ്പോൾ വലിയ വെല്ലുവിളികൾ നേരിടേണ്ട ഒന്നാണ് തിരുവനന്തപുരത്തെ മേയർ സ്ഥാനം. മാത്രമല്ല, അഭിമാന പോരാട്ടം നടത്തി പിടിച്ചെടുത്ത തിരുവനന്തപുരം മേയറിൽ ഒരു ഭരണപ്പാളിച്ച കൂടി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഭരണപരിചയമുള്ള, രാഷ്ട്രീയ സാഹചര്യങ്ങളെ നേരിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയെ തന്നെ, അങ്ങനെയാണ് വി രാജേഷ് എന്ന പേരിന് സാധ്യത വീഴുന്നത്. പക്ഷേ ഇനി അസാധാരണമായ ഒരു കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഉണ്ടായാൽ ഒരു പക്ഷേ അത് ശ്രീലേഖ പോലെയുള്ള പേരിലേക്ക് മാറാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. എന്തായാലും ആ തരത്തിൽ BJPയുടെ ചർച്ചകൾ നടക്കുന്നു. കൊച്ചിയിലേക്ക് പോകുമ്പോൾ അവിടെ ദീപ്തി മേരി വർഗീസിന് തന്നെയാണ് UDF പരിഗണന നൽകിയിരിക്കുന്നത്. പക്ഷേ മറ്റ് ചില പേരുകളും ഉയർന്നു വരുന്നുണ്ട്. ഏതൊരു തർക്കത്തിലേക്ക് പോവാതിരിക്കാനുള്ള ജാഗ്രത കാട്ടുന്നുണ്ട്. കാരണം സാധാരണ രീതിയിൽ കോൺഗ്രസ് ഒരു വലിയ തർക്കവിഷയമാവേണ്ടതാണ് ഇത്ര ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരിടത്ത്. പക്ഷേ ഇത്തവണ അത് തർക്കത്തിലേക്ക് പോകരുത് എന്നൊരു ജാഗ്രതയുണ്ട്. ദീപ്തി മേരി വർഗീസ് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് മാത്രമല്ല, അവർ സംസ്ഥാനത്തെ മാധ്യമ ചുമതലയൊക്കെ വഹിക്കുന്ന KPCC ജനറൽ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ ആ തരത്തിൽ കൂടി ദീപ്തിക്ക് ഒരു കൂടുതൽ മേൽക്കൈയുണ്ട്. അത് പരിഗണിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. CPMന് അവർക്ക് ആശ്വാസജയം ലഭിച്ചത് കോഴിക്കോടാണ്. കോഴിക്കോട്ടെ മേയർ സംബന്ധിച്ച തീരുമാനത്തിലേക്ക് CPM കിടക്കുകയാണ്. ഡോക്ടർ ജയശ്രീ എന്ന പേരിലേക്ക് തന്നെ കോഴിക്കോട് CPM എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ആ തരത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. അതേസമയം തൃശ്ശൂരിൽ മേയർ സ്ഥാനം വീതം വെപ്പിലേക്ക് പോകാനുള്ള നീക്കങ്ങളാണ്. ചില പേരുകൾ അവിടെ തൃശ്ശൂരിൽ കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട്. എന്തായാലും പ്രധാന ആളുകൾക്കൊക്കെ പരിഗണന കിട്ടുന്ന രീതിയിൽ പിടിച്ചെടുത്ത തൃശ്ശൂർ കോർപ്പറേഷനിൽ മേയർ സ്ഥാനം വീതം വെച്ച് നൽകാനുള്ള ആലോചന തന്നെയാണ് കോൺഗ്രസ് നടത്തുന്നത്. ശരി, PG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് പുതിയ മേയർ ആരായിരിക്കുമെന്ന ആകാംക്ഷ എല്ലാവർക്കുമുണ്ട്. ആ ആകാംക്ഷയുടെ അവസാനം ആ പേര് വി രാജേഷിലേക്ക് ചുരുങ്ങുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. ഇനി എന്തെങ്കിലും പുതിയ പേരുകൾ വരുമോ? ദേശീയ നേതൃത്വത്തിൻ്റെ അഭിപ്രായം കൂടി ഇക്കാര്യത്തിൽ നിർണായകമാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി മറ്റു വാർത്തകൾ നോക്കാം. കാസർഗോഡ് ചെറുവത്തൂർ ഓരിയിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ CPM ആക്രമണം നടത്തിയെന്ന് പരാതി. പ്രവർത്തകർ ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ കയറി ചെങ്കൊടി വീശുകയും ഓഫീസിന്റെ സിറ്റ് ഔട്ടിൽ ഗുണ്ട് പൊട്ടിക്കുകയും ചെയ്തു. പടന്ന പഞ്ചായത്തിലെ വിജയാഘോഷത്തിനിടെയാണ് അതിക്രമമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പേരുടെ പങ്ക് അന്വേഷിക്കാൻ SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷയിലും കോടതി ഇന്ന് വിധി പറയും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് UDF MPമാർ. രാവിലെ 10:30 പാർലമെന്റ് കവാടത്തിന് മുന്നിൽ ധർണ നടത്തും. കോടതി മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം വേണമെന്നാണ് ആവശ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെയാണ് UDFന്റെ നീക്കം. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, സ്വർണ്ണക്കൊള്ള എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ UDFന് അനുകൂലമായി എന്നൊരു വിലയിരുത്തൽ എന്തായാലും UDFനുണ്ട്. അതിന് പിന്നാലെ പാർലമെന്റിന് മുന്നിലേക്ക് കൂടി ആ പ്രതിഷേധം വ്യാപിപ്പിക്കുമ്പോൾ ദീർഘവീക്ഷണത്തോടെയുള്ളൊരു പദ്ധതി UDF ഇക്കാര്യത്തിൽ എടുക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? ശ്രീജയ്, പ്രചാരണ കാലത്ത് UDF നേതാക്കൾ പറഞ്ഞിരുന്നത് 2010 പോലൊരു വിജയം ആവർത്തിക്കുമെന്നാണ്. കാരണം 2010 സമീപകാലത്ത് ഒരു മികച്ച പ്രകടനം UDF നടത്തിയിരുന്നത്. എന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ അതുപോലെ തന്നെ അതിന് സമാനമായൊരു റിസൾട്ടാണ് ഉണ്ടായത്. അതിൽ ഏതായാലും കോൺഗ്രസ് വിലയിരുത്തുന്നത് ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, മറിച്ച്
സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ളയും വലിയ തോതിൽ ചർച്ചയായി ജനങ്ങളെ സ്വാധീനിച്ചു എന്നുള്ള വിലയിരുത്തൽ UDF-നുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസിനുണ്ട്. അതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നത്. കാരണം പ്രചാരണ കാലത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കമുള്ളവർ ആരോപിച്ചിരുന്ന പ്രധാനപ്പെട്ട വിഷയം സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നിലച്ചു. പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ദേവസ്വം മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് അന്വേഷണം എത്തിയത് തടഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസാണെന്ന ആരോപണം VD സതീശൻ പ്രചാരണ കാലത്ത് തന്നെ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഏതായാലും UDF ഉന്നയിക്കാൻ പോകുന്ന വിഷയം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഈ വിഷയത്തിൽ വേണ്ടതുണ്ട്, അതിന് കോടതി മേൽനോട്ടം വേണം എന്നൊരാവശ്യമാണ് UDF ഉന്നയിക്കുന്നത്. കാരണം പല ഉന്നതരിലേക്കും ഈ അന്വേഷണം പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ SIT അന്വേഷണം കാര്യക്ഷമമല്ല എന്ന ആരോപണമാണ് UDF ഉന്നയിക്കുന്നത്. അക്കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഏതായാലും പാർലമെന്റ് കവാടത്തിൽ UDF MPമാർ പ്രതിഷേധിക്കുന്നത്. 10:30-നാണ് UDF MPമാരുടെ പ്രതിഷേധം. നേരത്തെ ഈ പാർലമെന്റിൽ ഈ വിഷയം KC വേണുഗോപാൽ ഉന്നയിച്ചതാണ്, ഒപ്പം തന്നെ ഹൈബി ഈഡൻ അടക്കമുള്ള നേതാക്കൾ ഉന്നയിച്ചതാണ്. പക്ഷേ ഇപ്പോൾ പുതിയ രാഷ്ട്രീയ സാഹചര്യമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ളവ വലിയ തോതിൽ തിരിച്ചടിച്ചു എന്നൊരു അഭിപ്രായം പ്രാഥമിക വിലയിരുത്തൽ CPM-നും ഉണ്ട്, LDF-നും ഉണ്ട്. ഈ സാഹചര്യത്തിൽ ഈ വിഷയം പരമാവധി വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യം തന്നെയാണ് UDF-നുള്ളത്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് സാങ്കേതികമായി 5 മാസം സർക്കാരിന് മുൻപിലുണ്ട് എങ്കിൽ പറയാമെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാലത്തെയൊക്കെ തന്നെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി അവസാനം കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ഇത്തവണയും ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യമോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അങ്ങനെയെങ്കിൽ സർക്കാരിന് മുന്നിൽ അവശേഷിക്കുന്നത് ഒരു 2.5 മാസത്തെ കാലയളവാണ്. ആ കാലയളവിൽ ഏതായാലും ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക, ആ ലക്ഷ്യം തന്നെയാണ് UDF-നുള്ളത്. ശ്രീജ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് മറ്റൊരു നിർണായകമായ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച കൂടി നടക്കുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ കൂടി രാകേഷ് നൽകും. ലയണൽ മെസ്സി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ചീഫ് ജസ്റ്റിസിനെയും കരസേനാ മേധാവിയെയും മെസ്സി കാണും. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ സെലിബ്രിറ്റി ഫുട്ബോളിലും മെസ്സി പന്ത് തട്ടും. ഇന്നലെ അവിസ്മരണീയമായ നിമിഷങ്ങൾക്കാണ് മുംബൈ വാങ്കഡെ സ്റ്റേഡിയം സാക്ഷിയായത്. രാകേഷ്, നമുക്കറിയാം Sachin Tendulkar presenting the number 10 jersey to the number 10 of football. Yes, the two of the greatest, ladies and gentlemen. Boys and girls, what all sports people have been waiting for, what Mumbai has been waiting for. Wait, hold on. The World Cup ball from Leo Messi to the goal of Indian cricket, Sri Sachin Tendulkar. Big round of applause, sir. Sachin sir. You know, this is a goated stage right now. Singh, Nikhil Pujari and Bala Devi. CM to be on stage. This, ladies and gentlemen, is the most voted moment of the night. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, മെസ്സിയുടെ ഗോട്ട് ടൂറാണിത്. ഇന്ത്യയുടെ ഗോട്ട് അല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ ഗോട്ടും ഫുട്ബോളിൻ്റെ ഗോട്ടും ഒന്നിച്ച് വരുന്ന ആ വേദി ഇത്രയും കായിക പ്രേമികളെ സംബന്ധിച്ച് ഇതിലും മനോഹരമായൊരു മൊമെൻ്റ് ഉണ്ടാവാനില്ല. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഡൽഹിയിലേക്ക് പോകുന്നത്. അവിടെ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടാണ്
മെസ്സി മടങ്ങാൻ പോകുന്നത്. ഇന്നത്തെ പരിപാടികൾ എങ്ങനെയാണ്? ഇന്നലെ വാങ്കഡെ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ച ആ സ്വപ്ന മുഹൂർത്തങ്ങളുടെ വിവരങ്ങൾ കൂടി. ശ്രീജ, സൂപ്പർ സൺഡേ ആയിരുന്നു ഇന്നലെ മുംബൈയിൽ. കാരണം പല ചരിത്ര മുഹൂർത്തങ്ങൾക്കും വാങ്കഡെ വേദിയായിട്ടുണ്ട്. 28 വർഷങ്ങൾക്ക് ശേഷം 2011 ഇന്ത്യ ഏകദിന വേൾഡ് കപ്പ് ജയിക്കുന്നത് വാങ്കഡയിലാണ്. സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര കരിയർ അവസാനിപ്പിക്കുന്നത് വാങ്കഡയിൽ ഒരു ഇന്നിങ്സ് കളിച്ചുകൊണ്ടാണ്. വിരാട് കോഹ്ലി സച്ചിൻ്റെ റെക്കോർഡ് മറികടന്നുകൊണ്ട് 50 സെഞ്ചുറികൾ നേടുന്നത് ഇതേ വാങ്കഡയിലാണ്. അങ്ങനെ പല ചരിത്ര മുഹൂർത്തങ്ങൾക്ക് വേദിയായിട്ടുള്ള വാങ്കഡെ ഇന്നലെ 2 ഇതിഹാസങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് കൂടി വേദിയായി. ഒന്ന് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ, മറ്റൊന്ന് മെസ്സി എന്ന ഫുട്ബോൾ ഇതിഹാസം. ഈ 2 താരങ്ങളുടെയും സംഗമത്തിന് വാങ്കഡെ സാക്ഷിയായി. അതിന് ആയിരക്കണക്കിന് ആരാധകരും ഈ കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷിയാവുകയും ചെയ്തു. ഏതായാലും മെസ്സിക്ക് അദ്ദേഹം തൻ്റെ 10ാം നമ്പർ, ഐക്കോണിക് 10ാം നമ്പർ ജേഴ്സി കൈമാറി. മെസ്സിയുടെയും ജേഴ്സി നമ്പർ 10ആണ്. സച്ചിൻ ജേഴ്സി കൈമാറി, പകരം ഒരു പന്ത് അദ്ദേഹം തിരിച്ച് കൈമാറുന്നത് കണ്ടു. കൂടാതെ സുനിൽ ഛേത്രി ഇന്ത്യയുടെ ഫുട്ബോൾ ഇതിഹാസമാണ്. മെസ്സി ലോക ഫുട്ബോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ഗോൾ സ്കോറർമാരിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞാൽ രണ്ടാമതുള്ളത് മെസ്സിയാണ്. ആ പട്ടിക നോക്കുകയാണെങ്കിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സുനിൽ ഛേത്രി. അദ്ദേഹത്തിൻ്റെ ജേഴ്സി മെസ്സി കൈമാറുന്നത് കണ്ടു. അങ്ങനെ പല അവസ്മരണീയമായ നിമിഷങ്ങളാണ് വാങ്കഡെ സ്റ്റേഡിയം സാക്ഷിയായത്. ഏതായാലും മെസ്സിയുടെ പര്യടനം, ഇന്ത്യ സന്ദർശനം, ഗോഡ് ടൂർ, അത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം അദ്ദേഹം കൊൽക്കത്തയിലാണ് എത്തിയത്. അതിനുശേഷം ഹൈദരാബാദിൽ വന്നു. പിന്നീട് ഇന്നലെ മുംബൈയിലായിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ എത്തുകയാണ്. ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് മെസ്സി ഡൽഹിയിൽ എത്തുക. പ്രധാനമന്ത്രിയുമായി അദ്ദേഹത്തിൻ്റെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തും. ഏതാണ്ട് 20 മിനിറ്റ് നേരമാണ് കൂടിക്കാഴ്ച. അതിനുശേഷം പാർലമെൻറ്റ് ഹൗസിലാണ് ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. വൈകിട്ട് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ, പഴയ ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയത്തിലാണ് മെസ്സി എത്തുന്ന പരിപാടിയുള്ളത്. അവിടെ വിവിധ സെലിബ്രിറ്റി ഫുട്ബോൾ മാച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് മെസ്സി പന്ത് തട്ടും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ മിനർവ അക്കാഡമി ടീമുകളെ 3 യൂത്ത് കിരീടങ്ങൾ നേടിയ ടീമാണ്. അവരെ ആദരിക്കുന്ന ചടങ്ങിലും ലയണൽ മെസ്സി പങ്കെടുക്കും. ഏതായാലും ഈ ഹൈദരാബാദിലാകട്ടെ, കൊൽക്കത്തയിലാകട്ടെ, മുംബൈയിലാകട്ടെ വലിയ ജനസാഗരമാണ് മെസ്സിയെ കാണാൻ എത്തിയത്. അതിൽ കൊൽക്കത്തയിലെ കാര്യങ്ങളൊക്കെ തന്നെ കൈവിട്ടു പോയിരുന്നെങ്കിലും മറ്റിടങ്ങളിലും തന്നെ അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് ഡൽഹിയിൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലും ആരാധകരുടെ ഒരു നീണ്ട നിര, ഒരു ജനസാഗരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജ, ശരി. കായിക പ്രേമികൾ ഉറ്റുനോക്കിയ നിമിഷങ്ങളായിരുന്നു ഇന്നലെ വാങ്കഡയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇന്നിപ്പോൾ ഈ രാജ്യത്ത് ഇന്ത്യയിലേക്ക് എത്തിയ മെസ്സി ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. മെസ്സി പന്ത് തട്ടുന്ന മനോഹര നിമിഷം, ഒരുപക്ഷെ മലയാളികളൊക്കെ കാത്തിരുന്നൊരു നിമിഷമാണത്. അതുപോലൊരു കാഴ്ച കാണാൻ കഴിയുമെന്നൊക്കെ വെറുതെ കുറച്ചു കാലം മലയാളികളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷയൊക്കെ വെറുതെയായി. പക്ഷേ ഇതാ ഇന്ന് ഡൽഹിയിൽ കാണികൾക്ക് അങ്ങനെ ഒരു മനോഹരമായ കാഴ്ച കാണാനുള്ള അവസരം ഉണ്ടാവുകയാണ്. കൊൽക്കത്തയിലെ എല്ലാ മോശം കാര്യങ്ങളും നമുക്ക് മറക്കാം, എന്നിട്ട് ഡൽഹിയിലേക്ക് ഉറ്റുനോക്കാം. ലോകത്തിൻ്റെ മുഴുവൻ പ്രിയങ്കരനായ ലിയണൽ മെസ്സി ഇന്ത്യയിൽ ഇന്നുകൂടിയാണ് ഉണ്ടാവുക. അതിനുശേഷം അദ്ദേഹം മടങ്ങും. രാകേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഒമാനിൽ നിന്ന് വളരെ ഞെട്ടിക്കുന്നൊരു വാർത്ത. ജ്വല്ലറിയുടെ ഭിത്തി തുറന്ന് 23 കോടിയുടെ ആഭരണങ്ങൾ കവർന്നിരുന്നു. ആ കേസിൽ 2 യൂറോപ്യൻ ടൂറിസ്റ്റുകൾ പിടിയിലായി. വിനോദസഞ്ചാരികൾ എന്ന വ്യാജേന രാജ്യത്തെത്തി ഇവർ മോഷണം നടത്തുകയായിരുന്നു. മസ്കറ്റിലെ ഗുബ്ര പ്രദേശത്തെ ജ്വല്ലറി ഷോപ്പുകൾക്ക് സമീപമുള്ള ഹോട്ടലിൽ തങ്ങിയായിരുന്നു ആസൂത്രണം. പുലർച്ചെ 4 മണിയോടെ ജ്വല്ലറിയുടെ പിൻഭാഗത്തെ ഭിത്തി തകർത്താണ് ഇരുവരും അകത്ത് കടന്നത്. തുടർന്ന് ആഭരണങ്ങൾ മോഷ്ടിക്കുകയും സേഫ് തുറന്ന് പണം കവരുകയുമായിരുന്നു. ഊർജിതമായ അന്വേഷണത്തിനൊടുവിൽ സിഫ ഏരിയയിൽ ഒരു ബീച്ചിൽ ഒളിപ്പിച്ചു വെച്ച മോഷണ വസ്തുക്കളും കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ഉപകരണങ്ങളും പോലീസ് കണ്ടെത്തി. ശബരിമലയിൽ ഭക്തജന തിരക്കേറി. രാവിലെ 7 മണിവരെ 25,000-ത്തിലധികം ഭക്തർ മല ചവിട്ടി. സ്പോട്ട് ബുക്കിംഗ് വഴി 3,962 പേരാണ് സന്നിധാനത്തെത്തിയത്. അവധി ദിനമായ ഇന്നലെ 65,632 തീർത്ഥാടകർ ശബരിമലയിലേക്ക്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, ഇന്നലെ അവധി ദിവസമായിരുന്നു, വലിയ തിരക്കുണ്ടായിരുന്നു. ഇന്നത്തെ സ്ഥിതി എങ്ങനെയാണ്? ശ്രീജ, കഴിഞ്ഞ ദിവസം തിരക്ക് സ്വാഭാവികമായി വളരെ കുറവായിരുന്നു. കാരണം
അവധി ദിനമായ ദിവസം സാധാരണ രീതിയിൽ ശബരിമല തിരക്ക് കുറവാണ്. കഴിഞ്ഞ ആഴ്ചയും അതിന് മുന്നത്തെ ആഴ്ചയൊക്കെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലാത്ത ദിവസം, അതായത് 60,000-ത്തിലധികം അത്രയും ഭക്തജനങ്ങൾ മാത്രമാണ് ഇന്നലെ സന്നിധാനത്തേക്ക് എത്തിയത്. ആ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ തിരക്കുള്ള ദിവസം, ഈ ഒരു തിങ്കളാഴ്ച പോലെയുള്ള ദിവസം ആ ഒരു കണക്ക് ഉച്ച വരെയുള്ള മാത്രം ഒരു കണക്കാക്കി മാത്രമേ നമുക്ക് നോക്കാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ ദിവസം വൈകുന്നേരം അടക്കം ക്യൂ പോലും നിൽക്കാതെ 18-ാം പടി ചവിട്ടി മുകളിലേക്ക് കയറി അയ്യനെ ദർശിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഞായറാഴ്ച ദിവസമായിട്ട് മാത്രം അത്തരം ഒരു തിരക്ക് പോലും ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഇന്ന് പക്ഷേ നേരെ വിപരീതമാണ്. തിങ്കളാഴ്ച 25,000, അതായത് 7 മണിയോട് കൂടി തന്നെ 25,000-ത്തിലധികം ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് എത്തി. ഇന്ന് വീണ്ടും 1 ലക്ഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയും ഇതേപോലെ തന്നെയായിരുന്നു, തിരക്ക് വളരെ കുറവ്. തിങ്കളാഴ്ച കനത്ത തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. വൈകുന്നേരത്തോടു കൂടി തിരക്ക് വർദ്ധിക്കുകയും 11:15 കൂടിയായിരുന്നു ശബരിമല നട അടച്ചതും. ഹരിവരാസനം വൈകിയായിരുന്നു നടത്തിയതടക്കം. ഇന്നത്തെ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരക്കുണ്ടെങ്കിൽ പോലും സുഗമമായി 18-ാം പടി ചവിട്ടി മുകളിലേക്ക് കയറി വരാനുള്ളൊരു സാഹചര്യവും ക്യൂ കോംപ്ലക്സിലും വലിയൊരു തിരക്കില്ല. പക്ഷേ ഭക്തരുടെ കണക്ക്, അതായത് എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാമാന്യം നല്ല രീതിയിലുള്ള ഭക്തജനങ്ങൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഇനി കൂടുതൽ ഭക്തജനങ്ങൾ സന്നിധാനത്തേക്കുള്ള എത്താനുള്ളൊരു സാഹചര്യം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് പോലീസ് നിരീക്ഷണം അടക്കം ശക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇത്തവണത്തെ സീസണിൽ ഈ ഒരു സത്രം പുൽമേട് വഴിയുള്ള ഭക്തജനങ്ങളുടെ തിരക്ക് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇത്രയും ദിവസത്തിനിടയ്ക്ക് തന്നെ 1 ലക്ഷത്തിലധികം ഭക്തജനങ്ങളാണ് സത്രം പുൽമേട് വഴി വരുന്നത്. കാരണം കുറച്ച് കഠിനമായൊരു പാതയാണെങ്കിൽ പോലും സാധാരണ രീതിയിൽ അധികം ഈ ഒരു ഭക്തജനങ്ങൾ സത്രം പുൽമേട് വഴി സന്നിധാനത്തേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു സീസണിൽ നട തുറന്ന് ശബരിമല മണ്ഡല പൂജയ്ക്കായി നട തുറന്നിട്ട് 25 ലക്ഷത്തിലധികം ഭക്തജനങ്ങൾ ഇത്രയും ദിവസം കൊണ്ട് വന്ന് അയ്യനെ ദർശിച്ച് സുഗമമായി മടങ്ങി എന്നാണ് നമുക്ക് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ചെറിയ ബുദ്ധിമുട്ടുകളല്ലാതെ, അതായത് തിരക്കിൻ്റെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടുകളല്ലാതെ ഭക്തജനങ്ങളടക്കം മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇത്തവണ ഈ ഒരു സീസണിൽ പരാതികളായി മറ്റും ഉയർന്നിട്ടില്ല. ഒരു വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സമയമായിട്ട് പോലും ഭക്തജനങ്ങളുടെ തിരക്കിൽ യാതൊരുവിധ കുറവുമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ് അവസാനിച്ചതോടുകൂടി ഇനി കൂടുതൽ മലയാളികളടക്കം പല ജില്ലകളിൽ നിന്നുള്ള മലയാളികളടക്കം സന്നിധാനത്തേക്ക് എത്തുമെന്ന് മനസ്സിലാക്കുന്നത്. ശ്രീജ. ശരി, സാരംഗ് സുധാകരനാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഓരോ ദിവസവും ശബരിമലയിൽ ഇങ്ങനെ ആളുകളുടെ തിരക്ക് കൂടുമ്പോൾ അതിനനുസരിച്ച് അവിടെ മാലിന്യവും കുന്നുകൂടുകയാണ്. ഈ മാലിന്യം അത്രയും കൃത്യമായ ഏകോപനത്തോടെയാണ് സന്നിധാനത്ത് തന്നെ സംസ്കരിക്കുന്നത്. ശബരിമലയിലെ മാലിന്യ സംസ്കരണം എങ്ങനെയാണ് നടക്കുന്നത്? ഇത്രയേറെ തീർത്ഥാടകർ എത്തുന്നതല്ലേ, എങ്ങനെയാണ് അവിടെ മാലിന്യ സംസ്കരണം നടക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. ജില്ലാ ഭരണകൂടം നിയോഗിച്ചിട്ടുള്ള വിശുദ്ധി സേന 5 ട്രാക്ടറുകളിലായി സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള കുപ്പത്തൊട്ടുകളിൽ നിറയുന്ന ഈ മാലിന്യങ്ങൾ ശേഖരിക്കും. മരക്കൂട്ടം മുതലുള്ള മാലിന്യം അത്രയും ശേഖരിച്ച് ട്രാക്ടറുകൾ നേരെ പാണ്ടിത്താവളത്തിലേക്ക്. ഒരു ദിവസം 30 തവണയാണ് ഇങ്ങനെ മാലിന്യ ശേഖരണം. മാലിന്യങ്ങൾ പ്ലാന്റിലെത്തിച്ച് വേർതിരിച്ചു കഴിഞ്ഞാൽ ജൈവ മാലിന്യങ്ങൾ തുമ്പൂർ മുഴി കമ്പോസ്റ്റിലേക്കും അജൈവ മാലിന്യങ്ങൾ ഇൻസിനറേറ്ററിലേക്കും പോകും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 3 ഇൻസിനറേറ്ററുകളുണ്ട്. ഒന്നിൽ 300 കിലോ മാലിന്യം 1 മണിക്കൂറിൽ സംസ്കരിക്കുമ്പോൾ മറ്റു 2 ഇൻസിനറേറ്ററുകളിൽ 200 കിലോ വീതം ഒരേ സമയം കത്തിക്കാം. ഇരുമുടിക്കെട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് സംസ്കരണത്തിൽ വലിയ വെല്ലുവിളിയെന്ന് 21 വർഷമായി പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരനായ അനൂപ് കൃഷ്ണ പറയുന്നു. ഇരുമുടിക്കെട്ടിൻ്റെ അത് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകളാണ് കൂടുതലുള്ളത്. അത് നല്ലൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി തന്നെ ഉണ്ട്. അത് സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളത് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. അതാണ് മെയിൻ ബുദ്ധിമുട്ട്, അത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തണ്ണിമത്തനും മറ്റേ നമ്മളെ ഇതിൻ്റെയൊക്കെ ഫുഡ് വേസ്റ്റുകൾ ഹോട്ടലിൽ നിന്നുള്ളത് അത് അതുപോലെ തന്നെ കൊണ്ട് അതും ഈ പറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ കൂടെ മിക്സ് ചെയ്താണ് വരുന്നത്. അതും സെഗ്രിഗേറ്റ് മാറ്റിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പം നമുക്ക് ടൈം ബീയിങ് ആയിട്ട് സാധനം ഡെയിലി വരുന്ന വേസ്റ്റ് തീർത്തു പോകാൻ കഴിയാറില്ല. അപ്പോൾ കുറച്ച് പെൻഡിങ് ആയി അങ്ങനെ വരുന്നുണ്ട്. അത് തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദേവ് ടെക്കാണ് പ്ലാന്റിന്റെ ഓപ്പറേഷനും മെയിൻ്റനൻസും. നിയന്ത്രണം ദേവസ്വം ബോർഡിന് കീഴിലുള്ള എൻവയോൺമെന്റൽ സബ് ഡിവിഷനും. ദിവസവും 1 ലക്ഷത്തോളം ഭക്തജനങ്ങൾ വരുന്ന ശബരിമല ഇത്രയും വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ വിശുദ്ധി സേനയ്ക്കും അതിനടക്കമുള്ള ജീവനക്കാർക്കും വലിയൊരു പങ്കുണ്ട്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ KP ദിനേശിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18. ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് എപ്പോഴും ആശ്വാസമായി ഈ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ബിസ്ക്കറ്റും ഔഷധവെള്ള വിതരണവുമുണ്ട്. 500ഓളം ജീവനക്കാർ 24 മണിക്കൂറും 3 ഷിഫ്റ്റുകളിലായി ഈ അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഇവ വിതരണം ചെയ്യുകയാണ്. ഇതുവരെ 1.6 കോടിയിലേറെ ബിസ്ക്കറ്റുകളാണ് വിതരണം ചെയ്തത്.
തീർത്ഥാടകർക്ക് ഉന്മേഷം പകരുന്ന ചുക്കുവെള്ളത്തിന്റെ വിതരണത്തിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. തടസ്സമില്ലാത്ത സേവനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ശരംകുത്തിയിൽ ഉയർന്ന ശേഷിയുള്ള 2 ലിറ്റർ ബോയിലർ യൂണിറ്റുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. നീലിമല മുതൽ ഉരക്കുഴി വരെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഈ സേവനം 24 മണിക്കൂറും തടസ്സമില്ലാതെ ലഭ്യമാക്കിയിട്ടുണ്ട്. ചുക്കുവെള്ളത്തോടൊപ്പം ബിസ്ക്കറ്റുകളും പ്രധാന കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യുന്നുണ്ട്. ശബരിപീഠം, മരക്കൂട്ടം, ശരംകുത്തി, നടപ്പന്തൽ, പാണ്ടിത്താവളം എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിലാണ് ബിസ്ക്കറ്റ് വിതരണം നടക്കുന്നത്. ഇതുവരെ 1.6 കോടിയിലേറെ ബിസ്ക്കറ്റുകളാണ് തീർത്ഥാടകർക്ക് വിതരണം ചെയ്തത്. നീലിമല മുതൽ ഉരക്കുഴി വരെയുള്ള പ്രധാന ഇടങ്ങളിലെല്ലാം തീർത്ഥാടകർക്കായി സേവനങ്ങൾ ലഭ്യമാണ്. 20 ചുക്കുവെള്ള വിതരണ കൗണ്ടറുകളും 27 കിയോസ്കുകളും പ്രവർത്തിക്കുന്നു. ചുക്കുവെള്ളം, ബിസ്ക്കറ്റ് എന്നിവയുടെ വിതരണത്തിനായി 500ഓളം ജീവനക്കാർ 24 മണിക്കൂറും 3 ഷിഫ്റ്റുകളിലായി പ്രവർത്തിക്കുന്നുണ്ട്. നടപ്പന്തലിലെ കനത്ത തിരക്ക് പരിഗണിച്ച് 5 ട്രോളികളും ഏകദേശം 120 തൊഴിലാളികളെയും 3 ഷിഫ്റ്റുകളിലായി വിന്യസിച്ചിട്ടുണ്ട്. പവിത്രം ശബരിമലയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന ഔഷധവെള്ളത്തിന്റെയും ബിസ്ക്കറ്റിന്റെയും വിതരണം കഠിനമായ മലകയറി വരുന്ന അയ്യപ്പന്മാർക്ക് വലിയൊരു ആശ്വാസമാണ്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ ധനേഷ് KP സാരംഗ് സുധാകരൻ, ന്യൂസ് 18. 32 രാജ്യങ്ങളിലെ കേഡറ്റുകൾ പങ്കെടുക്കുന്ന പായ്വഞ്ചി ഓട്ട മത്സരത്തിൽ ഇന്ത്യൻ നാവിക അക്കാദമി ടീം അഡ്മിറൽസ് കപ്പ് 2025 സ്വന്തമാക്കി. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിലാണ് 5 ദിവസം നീണ്ട മത്സരം നടന്നത്. വിദേശ നാവികസേനകളുമായുള്ള ബന്ധം ദൃഢമാക്കുന്നതിനാണ് 2010 ഏഴിമല നാവിക അക്കാദമിയിൽ ഈ പായ്വഞ്ചിയോട്ട മത്സരം ആരംഭിച്ചത്. ഇന്ത്യൻ നേവൽ അക്കാദമി ആതിഥേയത്വം വഹിച്ച 14ാമത് പായ്വഞ്ചി ഓട്ട മത്സരമാണ് ഏഴിമലയിൽ സമാപിച്ചത്. ILCA-6 ക്ലാസ് ബോട്ടുകളിലാണ് 5 ദിവസത്തെ മത്സരം നടന്നത്. വിദേശ നാവികസേനകളുമായി സൗഹൃദവും സമുദ്ര സഹകരണവും പരസ്പര ധാരണയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2010 ഏഴിമല നാവിക അക്കാദമിയിൽ പായ് വഞ്ചിയോട്ട മത്സരം ആരംഭിച്ചത്. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, ഓഷ്യാനിയ, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള 32 അന്താരാഷ്ട്ര ടീമുകളാണ് മത്സര രംഗത്ത് ഉണ്ടായിരുന്നത്. This year's participation is the maximum, the highest since its inception in 2010. This is the 14th edition of the Admirals Cup, and we are extremely glad to be able to host over 30 countries in a competition on the Ilka class sailing boat. We have also accommodated all the participants within the Indian Naval Academy, and the aim of this regatta is to build camaraderie between the various teams, various countries. കാഡറ്റ് ഇന്ദു ശങ്കറും ഹിമാൻഷുവും പ്രതിനിധീകരിച്ച ഇന്ത്യൻ നാവിക അക്കാദമി ടീം അഡ്മിറൽ കപ്പ് 2025 സ്വന്തമാക്കി. കാഡറ്റ് അമനും കാർത്തികേയനും പ്രതിനിധീകരിച്ച ടീം NDA 2ാം സ്ഥാനവും കാഡറ്റ് ടൈമണും മിലോഷും പ്രതിനിധീകരിച്ച ടീം പോളണ്ട് 3ാം സ്ഥാനവും നേടി. പുരുഷ വ്യക്തിഗത വിഭാഗത്തിൽ ഇറ്റലിയിലെ കാഡറ്റ് മാക്സിം, വനിതാ വ്യക്തിഗത വിഭാഗത്തിൽ റഷ്യയിലെ കാഡറ്റ് പോളിന എന്നിവർ 1ാം സ്ഥാനത്തിന് അർഹരായി. ഇന്ത്യൻ നേവൽ അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ മനീഷ് ചന്ദ വിജയികൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ന്യൂസ് 18 ഏഴിമല. KSRTCയുടെ ഗാനമേള ട്രൂപ്പായ ഗാനവണ്ടി ഡബിൾ ബെല്ലടിച്ച് ഓട്ടം ആരംഭിച്ചു. ജീവനക്കാരും ജീവനക്കാരുടെ കുടുംബാംഗങ്ങളും അടങ്ങുന്ന ഗായക സംഘം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് അരങ്ങേറ്റം നടത്തിയത്. 18 കലാകാരന്മാരടങ്ങുന്ന ഗാനവണ്ടി സംഘം ഉത്സവപ്പറമ്പുകളും മൈതാനങ്ങളും കീഴടക്കാൻ എത്തുകയാണ്. മലപ്പുറം ജില്ലയിലെ എടപ്പാൾ റീജിയണൽ വർക്ക്ഷോപ്പ് മുതൽ പാറശാല വരെയുള്ള ഡിപ്പോകളിലെ ജീവനക്കാരിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നുമാണ് ട്രൂപ്പിനായി ഓഡിഷൻ നടത്തിയത്. നമ്മുടെ കലാകാരന്മാര് ഈ ജോലിക്കിടയിലും ബുദ്ധിമുട്ടേറിയ റോഡിലൂടെയുള്ള പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ജോലിക്കിടയിലും മനോഹരമായി പാടാനും ആടാനും ഞങ്ങൾക്കും അറിയാം എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു സംരംഭം ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് തുടങ്ങുമ്പോൾ തന്നെ വളരെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള നമുക്ക് അപ്രീസിയേഷൻസ് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ പ്രോഗ്രാമുകൾ വന്നിട്ടുണ്ട്. 300-ലധികം പേരെത്തിയതിൽ നിന്നാണ് 18 പേരെ തെരഞ്ഞെടുത്തത്. 11 മുതൽ 55 വരെ വയസ്സുള്ള കലാകാരന്മാരാണ് ഗാനവണ്ടിയിലുള്ളത്. ഒരിക്കലും വിചാരിച്ചില്ല ഇതിലൊരു പാട്ടാവാൻ കഴിയുമെന്ന്. പക്ഷെ ഇപ്പൊ വളരെ ഹാപ്പിയാണ്. KSRTC എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു ഫാമിലി പോലെയാ. എല്ലാ പരിപാടിക്കും അങ്ങനെയാ, എല്ലാവർക്കും ഒരു ഫാമിലി പോലെയാ. അപ്പം ഇങ്ങനെ ഒരു രീതിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഇങ്ങനെ ഒരു രീതിക്ക് ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് വിചാരിച്ചില്ല. നെയ്യാറ്റിൻകര താലൂക്കിലെ ഉച്ചക്കട ശ്രീദുർഗ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ് ഗാനവണ്ടിയുടെ കന്നിയോട്ടം നടന്നത്.
നമുക്കറിയാം KSRTC പോലുള്ള ഒരു സ്ഥാപനത്തിൽ വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഡ്രൈവർ, കണ്ടക്ടർ, മെക്കാനിക്, മിനിസ്ട്രിയൽ വിഭാഗം ജീവനക്കാർ, അവരുടെ ദൈനംദിന സബരിയിൽ പ്രത്യേകിച്ച് സർഗശേഷിയുള്ള നിരവധിയായിട്ടുള്ള ജീവനക്കാർ ഇതിനകത്തുണ്ട്. പാട്ട് പാടുന്നവര്, ഡാൻസ് ചെയ്യുന്നവർ. അപ്പോൾ അവർക്കൊക്കെ ഒരു അവസരം കൊടുക്കുക എന്ന ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ സാറിന്റെ സ്വന്തം താല്പര്യം, അദ്ദേഹം എടുത്ത ഒരു തീരുമാനമാണ് ഇന്ന് ഈ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഗാനവണ്ടിയുടെ സബരിയ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തും ഇന്നിപ്പോൾ നെയ്യാറ്റിൻകരയിലുമായി പരിശീലനം പൂർത്തിയാക്കിയ ആൾക്കാർ ഇന്ന് ഗാനമേള അവതരിപ്പിച്ച് തുടങ്ങുകയാണ്. ഉച്ചക്കടയ്ക്ക് സമീപമുള്ള ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാണ് ഈ സബരി ആരംഭിക്കുന്നത്. നിരവധി ആയിട്ടുള്ള ഓർഡറുകൾ ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. ആനവണ്ടിയിൽ നിന്ന് ഗാനവണ്ടിയിലേക്ക് എന്ന മുദ്രാവാക്യത്തോടെയാണ് ഗാനവണ്ടി സഹൃദയരിലേക്ക് എത്തുന്നത്. തിരഞ്ഞെടുത്ത മനോഹരമായ ഗാനങ്ങൾക്ക് പുറമെ നൃത്തനൃത്യങ്ങൾ, മിമിക്രി, മോണോ ആക്ട് ഉൾപ്പെടെയുള്ള കലാപ്രകടനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി ഇന്നത്തെ സ്പെഷ്യൽ ഡേ വിഷസിലേക്കാണ്. ആർക്കൊക്കെയാണ് ഇന്ന് വളരെ പ്രത്യേകതയുള്ള ദിവസങ്ങൾ, ആരൊക്കെയാണ് ആശംസകൾ അറിയിക്കുന്നത് നോക്കാം. അമരവിള പനയമ്പൂല വീട്ടിൽ അദ്രിയ ബിജുവിന് ഇന്ന് 8ാം ജന്മദിനമാണ്. ആശംസകൾ അറിയിക്കുന്നത് അച്ഛൻ ബിജുവും അമ്മ ഷൈജിയുമാണ്. ഒപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ അദ്രിയ. രാവിലെയുടെ സമയം ഇതോടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോൾ.